നമസ്കാരം. വർത്തമാനകാലത്തെ ധർമ്മപുരാണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നോവലിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിലോ പെയ്ഡ് പ്രൊമോഷൻ ഇടങ്ങളിലോ സാഹിത്യ ചർച്ചാ ചന്തകളിലോ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ പുസ്തകം കണ്ടെത്താൻ കഴിയില്ല. ഏകാധിപത്യത്തെയും മതങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും നന്നായി ഊക്കിവിടുന്ന ഒരു നോവൽ. ചുരുളി സിനിമ പോലെ 18 വയസ്സ് കഴിഞ്ഞവർ മാത്രം വായിക്കേണ്ട ഒരു നോവലാണിത്. കഥ വളരെ നിസ്സാരമാണ്. ഒരു വലിയ രാജ്യം. ആ രാജ്യത്തെ ചക്രവർത്തി തൻ്റെ അധികാരം ഉറപ്പിക്കുന്നതിനായി ഒരു പൂജ നടത്തുന്നു. ആ പൂജയിലെ ബലിമൃഗമായി കോവർ കഴുതയെ കൊണ്ടുവരുന്നു. ആ കഴുതയിലേക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ശേഷം നടക്കുന്നതാണ് കഥ. ഈ പുസ്തകത്തിൻ്റെ പേര് കോവർ മനുഷ്യൻ. എഴുതിയത് സുരേഷ് പി തോമസ്. നമുക്ക് ആ രാജ്യത്തെ കുറച്ച് വ്യത്യസ്തമായ ആചാരങ്ങൾ പരിചയപ്പെടാം. ആ രാജ്യത്ത് ഒരു ആൾദൈവമുണ്ട്. പുള്ളിക്കാരൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് രാജ്ഞിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോകും. ഏത് സ്ത്രീയെങ്കിലുമായിട്ടൊരു ബന്ധം പുലർത്തി കഴിഞ്ഞാൽ തട്ടിപ്പോകുമെന്ന് പറയുന്നു. ഇത് വലിയ പ്രശ്നമാണല്ലോ, രാജ്യപ്രശ്നമാണല്ലോ. അങ്ങനെ ആ രാജ്യത്തെ സയൻറ്റിസ്റ്റുകളും മന്ത്രവാദികളും സന്യാസികളും കൂടെ ഒരു AI റോബോട്ടിനെ ഉണ്ടാക്കി രാജാവിന് കൊടുത്ത് രാജ്ഞിയുടെ ആ ഒരു നില അങ്ങ് ടാലിയാകും. ഏതെങ്കിലും സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീകളെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്ന് ആ സ്ത്രീകളെ ദാമ്പത്യ സ്വർഗം നേടിപ്പിക്കലാണ് അവിടുത്തെ പോലീസുകാരുടെ മെയിൻ പരിപാടി. ആ രാജ്യത്തെ നീതിന്യായ സംവിധാനം ആ രാജ്യത്തെ പുരുഷന്മാർക്ക് നൽകുന്ന ഒരു വിശേഷാൽ അധികാരമാണ്. തൻ്റെ ഭാര്യമാരെ പണയം വെച്ച് ഏത് സമയത്തും ചീട്ട് കളിക്കാൻ പറ്റും, ചൂത് കളിക്കാൻ പറ്റും. ആ രാജ്യത്തിൻ്റെ വടക്കിഴക്ക് ഭാഗത്ത് മഹാവേളി സാമ്രാജ്യത്തിൻ്റെ കടന്നുകയറ്റം. ഇനി പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചന്ദ്രകല സാമ്രാജ്യത്തിൻ്റെ ഭീകരാക്രമണം. ഒറ്റവാക്കി പറഞ്ഞ മൂഞ്ചി തെറ്റി നിൽക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ കഥയാണ് ഈ പുസ്തകം.